الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا ആദരണീയരായ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ പറയുന്ന ഒരു സംഗതിയാണ്. ഫഖലഫ മിൻ ബഅദിഹി ഖൽഫുൻ. എല്ലാവർക്കും അറിയുന്ന, പലപ്പോഴും അർത്ഥമൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മറിയം. അതിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ശേഷം, ആ പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ പിൻഗാമികളായിട്ട് വേറെ ഒരു കൂട്ടർ വന്നു, ഒരു പിൻഗാമികൾ വന്നു. അവരുടെ പ്രത്യേകത അല്ലാഹുസ്സലാം, നമസ്കാരം പാഴാക്കി അവർ. സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റി അവർ ജീവിച്ചു. അവർ സ്വീകരിച്ച ആ ദുർമാർഗത്തിന്റെ ഫലം പിന്നീട് അവർ കണ്ടെത്തുന്നതാകുന്നു. പറഞ്ഞ കാര്യം ഏറെക്കുറെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു പക്ഷേ പിന്നോട്ട് കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, അങ്ങനെയാണല്ലോ മനുഷ്യന്റെ പ്രത്യേകത, പിന്നോട്ടുള്ളത് കാണൂല. ഞാൻ നിങ്ങളെ പിൻഭാഗം അങ്ങോട്ട് കാണുന്നുണ്ട്, നിങ്ങളൊക്കെ ഇരിക്കുന്നതിന് പിന്നിലുള്ള സ്വത്തുകളുടെ അവസ്ഥ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ അഭിമുഖീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളെ പള്ളിയിൽ ഇപ്പോൾ എത്ര ആളുണ്ട് എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. യഥാർത്ഥത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങളൊക്കെ ഒരു പക്ഷെ ചിന്തിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും, പള്ളിയിൽ ജുമാ ദിവസം ഒരു 11 മണിയാകുമ്പോൾ അല്ലെ 11:30 ആകുമ്പോഴേക്ക് പള്ളി നിറയായി. ഒരു പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടാവും. നമ്മുടെ രക്ഷിതാക്കള്, ഉപ്പമാര് വെള്ളിയാഴ്ച ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർ ജോലി സ്ഥലത്തു നിന്നായിരിക്കും വരും. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് മിക്കവാറും ആളുകൾ വെള്ളിയാഴ്ച അന്ന് കൂലിപ്പണിക്കാർ പ്രത്യേകിച്ചും അന്ന് ജോലിക്ക് പോകാറില്ല. കാരണം വെള്ളിയാഴ്ച ദിവസം ഒരു അവധിയാണ്. കാരണം കാര്യമായിട്ട് അവർ ഗൗരവമായിട്ട് കണ്ടിരുന്നത് ജുമാ ദിവസത്തെയാണ്. ജുമാക്ക് ഹാജരാവണം. ആ ജുമാന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരതിനോട് ആ ഗൗരവത്തെ എങ്ങനെ പരിഗണിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ നേരത്തെ പള്ളിയിലെത്തും. വേറെ പണിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ഇതിനോടുള്ള ഈ ജുമാ ദിവസത്തിന്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടാണ്. അവിടെ ഇരുന്ന്
അല്പനേരം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ കൂലി അവർക്ക് അറിയുന്നത് കൊണ്ടാണ്, പ്രതിഫലം അറിയുന്നത് കൊണ്ടാണ്. നമുക്കൊക്കെ അറിയാം, ഇതറിയാത്തതല്ല ഇപ്പോൾ ഉള്ള പ്രശ്നം. അറിയാത്തതല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. മറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന അദാഉസ്സല, നമസ്കാരത്തെ അവര് ഗൗരവമായി കാണുന്നില്ല, അത് പാഴാക്കി കളയുകയാകുന്നു. എല്ലാ പ്രവാചകന്മാരും നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി അവർക്ക് അവരുടേതായ രീതിയിലുള്ള, ഓരോ സമൂഹത്തിലും അവരുടെ പ്രത്യേകമായ രീതിയിലായിരിക്കാം നമസ്കാരം. എന്തായാലും ആ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞ ശേഷം ജനങ്ങൾ അതൊക്കെ അതിൽ നിന്നൊക്കെ പിന്നെ അല്പാൽപമായിട്ട് പിന്നോട്ട് പോയി. അങ്ങനെ നമസ്കാരമില്ലാത്ത ഒരു സമൂഹമായിട്ട് അവർ മാറി എന്നാണ്. അതൊരു ഗൗരവമുള്ള സംഗതിയായിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് ഗൗരവം പറഞ്ഞതായിട്ട് കാണാം. വേറൊരു വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, അവിശ്വാസികൾ, അവരെ വിശ്വാസികളായി പരിഗണിക്കണമെങ്കിൽ, ഒരാളെ വിശ്വാസിയായി പരിഗണിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താ? ഖുർആൻ പറഞ്ഞത് എപ്പോഴാ? അവര് പശ്ചാത്തപിച്ചു, നേരത്തെ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ അവർ പശ്ചാത്തപിച്ചു. പിന്നെ പറഞ്ഞത് അഖാമുസ്സലാ എന്ന, നമസ്കാരം അവർ നിലനിർത്തുകയും ചെയ്തു. സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ അപ്പോൾ അവർ നിങ്ങളുടെ സഹോദരന്മാരാകുന്നു, നിങ്ങൾ മതത്തിൽ അവർ നിങ്ങളുടെ സഹോദരന്മാരാകുന്നു. അപ്പം ഒരാളെ മുസ്ലിമായി പരിഗണിക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞത് നമസ്കാരമാണ്. നമസ്കാരത്തിനോടൊരു വിശ്വാസി സ്വീകരിക്കുന്ന നിലപാട് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ അയാളുടെ ഈമാനും അയാളുടെ ഇസ്ലാമും ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല മൻ തറക സ്വലാ ഫലാ ദീന ലഹു. മൻ തറക സ്വലാ, ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫലാ ദീന ലഹു, അവന് മതം തന്നെ ഇല്ല. അപ്പൊ മതത്തിന്റെ ബേസ് എന്ന് പറയുന്ന നമസ്കാരമാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെന്തിനാ ഇപ്പൊ ഈ ജുമാന്റെ ദിവസം പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ജുമാക്ക് പറയാണ്. എന്നിട്ട് ഈ നമസ്കാരം ഞങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അമലല്ലേ നമസ്കാരം? 5 നേരം ഞങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ നമസ്കാരം? പിന്നെ എന്തിനാണ് നമസ്കാരത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ പരിശുദ്ധ ഖുർആൻ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പ്രവാചകന്റെ വാക്കുകൾ പരിഗണിക്കുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണമെന്ന് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തോന്നുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് എന്താണെന്നറിയോ? ഇന്ന ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്ർ തറക സ്വലാ. ഒരാളും ഒരു മനുഷ്യനും ശിർക്കും കുഫറും തമ്മിലുള്ള ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയെയും ഒരു ബഹുദൈവ വിശ്വാസിയെയും അതല്ലെങ്കിൽ ഒരു അവിശ്വാസിയെയും തമ്മിൽ വേർതിരിക്കാനുള്ള മാനദണ്ഡം തറക സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കല. എപ്പോഴാണ് നമ്മൾ നമസ്കാരം ഉപേക്ഷിക്കുക? നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആളുകളാണ്. 5 നേരം നമ്മൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. അത് ഏതൊക്കെ ഘട്ടങ്ങളാ? ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലാണ്. ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ, വിവാഹാഘോഷം നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, വലിയ പള്ളിയുമാക്കായിട്ട് വല്ലാത്ത ബന്ധമുള്ളവർ തന്നെ ആരാധനയുടെ പ്രാധാന്യമൊക്കെ ശരിക്കും ഉൾക്കൊണ്ടവർ തന്നെ സജീവ പ്രവർത്തകന്മാരോ അല്ലെങ്കിൽ മഹല്ല് ഭാരവാഹികളോ ഒക്കെ ആയിരിക്കാം.
അവര് വലിയ ഹാളുകളിൽ വെച്ചൊക്കെ കല്യാണം നടത്തുന്നു, സൽക്കാരം നടത്തുന്നു, ആഘോഷങ്ങൾ നടത്തുന്നു. ആ ദിവസം അവർ നമസ്കരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം 5 മണിക്ക് വിവാഹം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നു. അത്തരം ഒരു ഹാളില് എന്തെല്ലാം സൗകര്യമുണ്ട്. വധുവരന്മാർക്ക് ഒരുങ്ങാനുള്ള സൗകര്യങ്ങൾ നമ്മൾ അവിടെ പരിഗണിക്കാറുണ്ട്. വലിയ ഹാളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ? 1000, 2000, 3000 ഒക്കെ ആളുകളെ നമ്മൾ വിളിച്ചു വരുത്തി അവർക്കൊക്കെ ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ തന്നെയുള്ള സൗകര്യം ഉണ്ടോ? അതൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ട്. അവർക്ക് വിവിധ തരം ഭക്ഷണങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. വധുവരന്മാർക്ക് ഇരിക്കാനുള്ള സ്റ്റേജ് നമ്മൾ സംവിധാനിക്കാറുണ്ട്. അവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ ആള് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടോ നമ്മൾ പരിഗണിക്കാറില്ല. അത് നമുക്ക് അത്ര ഗൗരവമുള്ള സംഗതിയായി തോന്നാറില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വധുവരൻ ഇവരൊക്കെ അന്നത്തെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? അന്ന് അവർ നമസ്കരിക്കാറുണ്ടോ? അല്ലെങ്കിൽ ആ വഖത്ത്, ഇപ്പൊ അസർ, മഗ്‌രിബ്, ഇശാ, ഈ നമസ്കാരങ്ങളെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവാറ്? സത്യത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വക കിട്ടേണ്ട ഐശ്വര്യം, അത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ സംശയമില്ലല്ലോ. നമ്മൾ വിവാഹവേദിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ബാറക്കല്ലാഹു ലക വബാറക അലൈക, ബാറക്കല്ലാഹു ലക, അല്ലാഹുവിന്റെ ബർക്കത്ത് നിനക്കുണ്ടാവട്ടെ. നമ്മൾ പറയല. ഒരു 2000 ആൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. 2000 ആൾക്കുള്ള ഭക്ഷണം കൊടുത്താൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. നല്ല അണിഞ്ഞൊരുങ്ങി എല്ലാവരും നല്ല വസ്ത്രം ധരിച്ച് ഭംഗിയായി സ്റ്റേജിൽ അണിഞ്ഞൊരുങ്ങി നിന്നാൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ ബർക്കത്ത് ഉണ്ടാവും. അള്ളാഹിന്റെ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹ് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉള്ള ചടങ്ങുകൾ അവിടെ നടക്കണം. അള്ളാഹു നിങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഈ നമസ്കാരം ഉപേക്ഷിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അപ്പോഴല്ല അള്ളാഹിന്റെ ബർക്കത്ത് ഉണ്ടാകുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തിന് ബർക്കത്ത് ചൊരിയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസമായിട്ട് ആ ദിവസം നമ്മൾ മാറ്റിയാലോ? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയേറെ കല്യാണങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യും, പൈസ ഇല്ലായിട്ടല്ല, നമ്മളെ ചിന്തയിലൊക്കെ വരാത്തോണ്ട്. ഒരു വലിയൊരു ഹാളിൽ ഒരു 2000, 3000 ആളൊക്കെ പങ്കെടുക്കാവുന്ന ഒരു ഹാളിൽ ഒരു ചെറിയ കർട്ടൻ വിരിച്ച് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്യാൻ നമുക്കന്നത്തെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. പക്ഷെ നമ്മൾ ആ ഭാഗം ചിന്തിക്കാറില്ല എന്നതാണ് പ്രശ്നം. അവിടെ ആ ഹാളിലേക്ക് വിവാഹത്തിന് വരുന്നവൻ അവന്റെ നമസ്കാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കുടുംബക്കാരെങ്കിലും നിസ്കരിക്കണമെന്നൊരു വാശി നമുക്ക് ഉണ്ടാവാറില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാകുന്നു. ഒരാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു വഖത്താണെങ്കിലും ശരി, 2 വഖത്താണെങ്കിലും ശരി, ഒരു നമസ്കാരമാണെങ്കിലും 2 നമസ്കാരമാണെങ്കിലും നമസ്കാരത്തിന് എന്നല്ല പ്രശ്നം. ആ നമസ്കാരത്തോട് നമ്മുടെ സമീപനം എന്താണ് എന്നതാണ്. നമസ്കാരം ഉപേക്ഷ അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സ്ഥിരം നിസ്കരിക്കുന്നതാണ്. ഒരു ദിവസം ഇപ്പം ഈ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അതെല്ലാം കൂടി കലങ്ങി പോകാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് നിസ്കരിക്കേണ്ടാന്ന് പെണ്ണിന്റെ ആൾക്കാർ പറയാ. അതുപോലെ ഇന്നെല്ലാം കൂടി ഒരു രസമുള്ള ദിവസമല്ലേ, അന്നെല്ലാം കൂടി അലങ്കാരവും വസ്ത്രവും ശ്വാസം മുട്ടുന്ന ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു നിസ്കാരം അതെങ്ങനെ നടക്കുക? തൽക്കാലം ഇന്ന് നിസ്കരിക്കണ്ട, അങ്ങനെ തീരുമാനിക്കുന്നതാ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാ പറഞ്ഞ അൽ അഹദു, ഒരു കരാറാണ്. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ, അവരും നമ്മളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നിസ്കാരം ഉണ്ട്. നമസ്കാരം നമുക്കുണ്ട് എന്നതാ നമ്മളെ പ്രത്യേകത. ഫമൻ തറകഹാ ഫഖദ് കഫറ, ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായിരിക്കുന്നു.
ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് ഞാൻ പറഞ്ഞതല്ല. ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഇമാം അഹ്മദ്, തുർമുദി, നസായി, ഇബ്നു മാജ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം. നമ്മളെ കല്യാണവും അവരെ കല്യാണം തമ്മിലുള്ള വ്യത്യാസം നമ്മളും നമസ്കാരം, കല്യാണത്തിനിടയിൽ നമ്മൾ നമസ്കരിക്കുന്നുള്ളതാ. അപ്പൊ നമ്മൾ കല്യാണത്തിനിടയിൽ നിസ്കരിച്ചില്ലെങ്കിൽ അർത്ഥം നമ്മളും അവരും തമ്മിലൊരു വ്യത്യാസമില്ലാന്ന്. ഫമൻ തറക്കഹ ഫഖദ് കഫറ. ആരാ നമസ്കാരം ഉപേക്ഷിച്ചുവോ അവൻ കാഫിറായിരിക്കുന്നു. അള്ളാഹുവിന്റെ അടുത്ത് ആ അവസ്ഥയിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ കാഫിറായ രീതിയിലായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് ഹാജരാക്കപ്പെടുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴൊക്കെ മരിക്കണേ? ഇപ്പോ എപ്പോഴൊക്കെ മരിക്കുന്നത്? വല്ല കാലവും വല്ല സമയമുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഇവിടെ എന്റെ ഖുത്ബ കേട്ട മൂസ സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഅ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ വന്നതിന് ശേഷം എത്ര ആളുകളുടെ മരണവാർത്തയാണ് ഞാൻ ഈ പള്ളിയിൽ പറയേണ്ടി വരുന്നത്. വളരെ ചെറുപ്പക്കാര് മരിച്ചു പോവുക. നിരന്തരം ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നമ്മളെ കൂടെയുള്ള പലരും മരണപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രായഭേദമില്ലാതെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ സ്റ്റേജില് ഈ കല്യാണത്തിന്റെ അണിഞ്ഞൊരുങ്ങിയ അവസ്ഥയിൽ അണിഞ്ഞൊരുങ്ങി ആ വേഷഭൂഷാദികളോടുകൂടി, ആ അലങ്കാരങ്ങളോടുകൂടി, ആ മേക്കപ്പോടുകൂടി അന്നത്തെ മഗ്‌രിബും പോക്കി ഇശാവും പോയി അങ്ങനെയാണ് മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ ഫഖദ് കഫറ, തീർച്ചയായും അവൻ കാഫിറായിരിക്കുന്നു. എന്താ ഇക്കാ ദിവസം മരിക്കൂല എന്ന് ഉറപ്പുണ്ടോ? അന്ന് ഞാൻ മരിക്കൂല എന്ന് ഉറപ്പുണ്ടോ? അപ്പൊ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അമലാണ് നമസ്കാരം. പക്ഷേ ആ നമസ്കാരം നമ്മൾ വളരെയധികം നിർബന്ധമായിട്ട് നിസ്കരിക്കേണ്ട ഒരു ദിവസമാണ് അത്. കാരണം അല്ലാഹുവിന്റെ ബർക്കത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസം. എത്ര ലക്ഷങ്ങളാ ഓരോരുത്തരും വിവാഹത്തിന് വേണ്ടി മുടക്കുന്നത്. എന്തിന്? അല്ലാഹുവിന്റെ ബർക്കത്ത് കിട്ടാൻ. അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടു ഇതുപോലെ ആവണ്ടേ? അള്ളാഹ് പറഞ്ഞ അടിസ്ഥാന സംഗതി പോലും ഒഴിവാക്കിയിട്ടാണ് ആ വിവാഹം അവിടെ നടക്കുന്നതെങ്കിൽ നമ്മളത് രണ്ടു വട്ടം ആലോചിക്കേണ്ട ഒരു സംഗതിയല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി മറ്റൊന്ന് ആലോചിച്ചു നിങ്ങൾ, മരണം, ഈ രോഗാവസ്ഥയില് ആരോഗ്യമുള്ളപ്പൊക്കെ പോയി നിസ്കരിക്കും. ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിൽ പോയി നമസ്കരിക്കും, വീട്ടിൽ നിസ്കരിക്കും, ഒക്കെ നിസ്കരിക്കലുണ്ട്. പക്ഷെ രോഗമായപ്പോ പിന്നെ നിസ്കരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് അടുക്കേണ്ടത് എപ്പോഴാ? മറ്റേ സമയത്ത് നിസ്കരിക്കേണ്ടെന്നല്ല നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമസ്കരിക്കാൻ നിർബന്ധം അതല്ല. രോഗമുള്ള അവസ്ഥയിൽ നമ്മൾ കൂടുതൽ അടുക്കില്ലേ വേണ്ടത്. ഈ നമസ്കാരത്തിന്റെ വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ അമലുകളും ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂമിയിലേക്ക് നൽകിയ വഹിയാണ് എല്ലാ അമലുകളും. നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, മറ്റ് നന്മകളാകട്ടെ, ഇടപാടുകളാകട്ടെ, സാമ്പത്തിക ഇടപാടുകളാകട്ടെ, ഇങ്ങനെ ഇതെല്ലാ രംഗത്തും ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ടല്ലോ. ഈ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ വഹി മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി കൊടുത്ത വഹിയാണ്. ആ വഹിയുടെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകൾ അതെല്ലാം. എന്നാ നിസ്കാരം എന്താ? നമസ്കാരത്തെ കുറിച്ച് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിനെ ആകാശത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കാം. മിഅ്റാജിന്റെ അന്ന് പറഞ്ഞതല്ലേ? അല്ലെ? നേരിട്ട് പറഞ്ഞ സംഗതിയാണ് ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ. എല്ലാ ഇബാദത്തുകളും നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാക്കാനുള്ള വകുപ്പുണ്ട്. ഒന്ന് നോമ്പ്, റമദാനിലെ വ്രതം വളരെ നിർബന്ധമാണ്, സംശയമില്ല. പക്ഷെ ഒരാൾക്ക് ശാരീരികമായിട്ട് പ്രയാസം ഉണ്ടെങ്കിൽ അയാൾക്ക് നോമ്പനുഷ്ഠിക്കാതിരിക്കാമല്ലോ. പിന്നെ എപ്പോഴെങ്കിലും നോറ്റാൽ മതിയല്ലോ. അയാൾ യാത്രയിലാണെങ്കിൽ അയാൾക്ക് നോമ്പനുഷ്ഠിക്കാതിരിക്കാമല്ലോ. അയാൾക്ക് വേറെ ഏതെങ്കിലും സമയത്ത് നോമ്പനുഷ്ഠിച്ചാൽ മതിയല്ലോ. സക്കാത്ത് ഒരാളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ പോരെ? അല്ലെ കൊടുക്കണ്ടല്ലോ, വേണ്ട. ഹജ്ജ് ശാരീരികമായും സാമ്പത്തികമായും
സുരക്ഷിതത്വവും ഒക്കെ ഉള്ള സന്ദർഭമാണെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ആ സമയം പറ്റുന്ന ചെയ്താൽ മതി. എന്നാ നമസ്കാരം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സമയങ്ങളെന്ന് പറഞ്ഞിരി, ഇന്ന അവസ്ഥയിൽ നിസ്കരിക്കേണ്ട. നല്ല ആരോഗ്യമുള്ളപ്പോൾ നിസ്കരിക്കണ്ടേ? വേണം. തീരെ ആരോഗ്യമില്ലാതെ കട്ടിലിന് മുകളിൽ കിടക്കാൻ മാത്രമേ കഴിയുള്ളെങ്കിൽ നിസ്കരിക്കട്ടെ, വേണം. കിടന്നിട്ട് നിസ്കരിക്കണം. സമാധാനമുള്ള നല്ല അന്തരീക്ഷത്തിൽ നമസ്കരിക്കണ്ടേ? വേണം. യുദ്ധം നടക്കുമ്പോൾ നിസ്കരിക്കണം, വേണം. പട്ടാളക്കാരും നമസ്കരിക്കണം. എന്നാ പട്ടാളക്കാരാണ് അവരുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് അവർ നമസ്കരിക്കണ്ട എന്നുള്ള ഒരു ഇളവ് ഇസ്ലാം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇളവ് കൊടുക്കാൻ പാടില്ല, കഴിയില്ല. കാരണം അത് അത്രക്ക് ഗൗരവമുള്ള സംഗതിയാണ്. ആ ഗൗരവമുള്ള സംഗതിയാണ് ആശുപത്രിയിൽ ഒരാഴ്ച കിടക്കേണ്ടത് നമ്മൾ ഒഴിവാക്കുന്നത്, അല്ലേ? ആരോഗ്യമുള്ളപ്പോൾ നിസ്കരിച്ചിട്ട് നമ്മൾ ആശുപത്രിക്ക് ചെന്നപ്പോൾ നിസ്കരിക്കില്ല. എന്താ നിസ്കരിക്കാത്ത? ഇവിടെ വൃത്തിയില്ല എന്നാണ് നമ്മൾ പറയാ. അല്ലെങ്കിൽ അതിന് ഇപ്പൊ ഉതുണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്തെല്ലാം സംവിധാനങ്ങളെ പറ്റി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വെള്ളം തൊടാൻ പറ്റുമെങ്കിൽ തയമ്മം ചെയ്താൽ മതി, പറഞ്ഞില്ലേ? നിങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാൻ പറ്റില്ല, ഇരുന്ന് നമസ്കരിച്ചോളൂ, ഇസ്ലാം പറഞ്ഞല്ലേ? യാത്രക്കാരാണെങ്കിൽ യാത്രയിൽ നമസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ നമസ്കരിച്ചാൽ മതി, ഇസ്ലാം പറഞ്ഞതല്ലേ? പക്ഷെ നമസ്കാരത്തിന് ഒഴിവില്ല. ഇങ്ങനെ ഒഴിവില്ല എന്ന് പറഞ്ഞ സംഗതി ആശുപത്രിയിൽ എങ്ങനെ ഒഴിവുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഒഴിവുണ്ടാവും. ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു സമയമല്ലേ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ആശുപത്രി കിടക്കയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ അടുക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ നമസ്കാരം ഉപേക്ഷിക്കുക എന്ന ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടുകാരെ കുറിച്ച് അത് പറയണം. നമ്മളെ വീട്ടിലുള്ള ആള്, എൻ്റെ മകളുടെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ വിവാഹം, ഞാൻ ക്ഷണിച്ചിട്ട് എൻ്റെ വിവാഹ സദസ്സിലേക്ക് വരുന്ന ആളുകള് ഞാൻ ക്ഷണിച്ചതിന്റെ പേരിൽ അവന്റെ നമസ്കാരം മുടങ്ങരുത്. ഞാൻ തയ്യാറാക്കിയ ഈ സംവിധാനത്തിന്റെ പേരിൽ, ഞാൻ ഉണ്ടാക്കിയ ഈ ആഘോഷത്തിന്റെ പേരിൽ എന്റെ വീട്ടിലെ ഒരാളുടെ ഈ നമസ്കാരം മുടങ്ങരുത്. ഇത് നമുക്കൊരു വാശി വേണം, ഒരു നിർബന്ധ ബുദ്ധി വേണം. എന്റെ ഈ കല്യാണത്തിന് വരുന്ന ആൾക്കാർ എന്തായാലും പട്ടിണി കിടക്കാൻ പാടില്ല, ഉറപ്പല്ലേ? നമ്മളതിനു വേണ്ടി പണിയെടുക്കലുണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അവർ കഴിക്കാത്തവരാണ്, അതുകൊണ്ട് അവർക്ക് സാധാരണ ഭക്ഷണം വേണം. നമ്മൾ ജാഗ്രത കാണിക്കാറുണ്ട്, അവർക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം എന്താ? ഞാൻ കല്യാണത്തിന് വിളിച്ചവന്റെ ഭക്ഷണം എന്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ ചിന്തിക്കണോണ്ട. എന്നാൽ ഞാൻ കല്യാണത്തിന് വിളിച്ചവന്റെ നമസ്കാരം എന്റെ ഉത്തരവാദിത്തല്ലേ? അതോ വേണം നിസ്കരിച്ചാൽ മതി, അത് പറ്റുമോ? അപ്പൊ നമ്മളെ കുടുംബത്തിന്റെ, നമ്മുടെ ബന്ധുക്കളുടെ അള്ളാഹുമായിട്ട് അവർക്കുള്ള ബാധ്യത കൂടി നിർവഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതല്ലേ? സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ടതല്ലേ? അതുപോലെ തന്നെയാണ് ആശുപത്രിയുടെ കാര്യം. ആൾക്കാർ പ്രൈവറ്റ് ആശുപത്രി എന്തിനാ തെരഞ്ഞെടുക്കണത്? ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകൾ എന്തിനാ പോണത്? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മദ്രാസിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ അറ്റാക്ക് വന്നിട്ട് ചികിത്സയ്ക്ക് വേണ്ടി പോയത്. അവിടെ തിരിച്ചു വന്നിട്ട് അയാളുടെ ബന്ധുക്കളിനോട് പറഞ്ഞത്, രോഗികൾക്ക് ഏറ്റവും നല്ല പരിചരണം കിട്ടണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആശുപത്രിയിൽ പോകണം. രോഗികൾക്ക് ഏറ്റവും കൂടുതൽ പരിചരണവും കിട്ടുന്നത് പുറത്തുള്ള ആശുപത്രികളാണ്. നമ്മളെ കേരളത്തിലെ ആശുപത്രികള് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് കുടുംബക്കാരെ സൗകര്യം ചെയ്യാനാണ്. കുടുംബക്കാർക്ക്, ബന്ധുക്കൾക്ക്, കാണാൻ പറ്റുന്ന ആൾക്കാർക്ക്. എന്തിനാ? രോഗി ഏതായാലും പിന്നെ ബോധമില്ലാതെ കിടക്കല്ലേ, മൂപ്പർക്ക് എന്ത് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടാ? പക്ഷെ കാണാൻ വരുന്നവന് പറയും ആശുപത്രി ഉഷാറാട്ടോ, അവിടെ നല്ല ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, സംസാരിക്കാനുള്ള സൗകര്യമുണ്ട്, ബിരിയാണി തിന്നാനുള്ള സൗകര്യമുണ്ട്, വരുന്ന ആൾക്കാർക്കൊക്കെ ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട്. എന്താ സുഖ ഹോസ്പിറ്റൽ! ഇതാ നമ്മളെ കേരളക്കാരെ ചിന്താഗതിന്ന. ഓക്കെ, അപ്പോ നമ്മളെ ആളുകള് വലിയ വലിയ പ്രൈവറ്റ്, ഞാൻ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കുറ്റം പറയുന്നല്ലോ ഈ സംസാരത്തിൽ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഈ സൗകര്യമൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ് നമ്മൾ തരുന്നത്. നമ്മളെ നമ്മളെ കുടുംബത്തിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു രോഗം വന്നാല് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റല് നമുക്ക് എപ്പോഴും കയറി ചെല്ലാൻ പറ്റിയ ഹോസ്പിറ്റലാണ്.
മെഡിക്കൽ കോളേജ് അത് വേണ്ട. കാരണം എന്താ, അവിടെ സമയം പ്രശ്നമാണ്. എപ്പോഴൊന്നും ഓടിച്ചെന്നിട്ട് വിരുന്നാർക്കൊന്നും വരാൻ കഴിയുന്ന സ്ഥലമല്ല. അതുകൊണ്ട് അത് വേണ്ട എന്ന് നമ്മൾ പറയും. അപ്പോ രോഗിയെ പരിഗണിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുന്നോനെ ബൈസ്റ്റാൻഡേഴ്സിനെ പരിഗണിക്കുന്ന ഹോസ്പിറ്റലുകൾ. അങ്ങനെയാണെങ്കിൽ കൂട്ടരെ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ നോക്കൂടെ? ആ ഹോസ്പിറ്റൽ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം രോഗാവസ്ഥയിലും എനിക്ക് നിസ്കരിക്കാൻ കഴിയും, അതിന് സൗകര്യം ഉണ്ട് അവിടെ എന്ന് നമുക്ക് പറയാൻ പറ്റണ്ടേ? ഇതിപ്പം വലിയ പ്രശ്നമില്ല, അത് 4 ദിവസം കിടക്കല്ലേ ഉള്ളൂ, ആ 4 ദിവസം നിസ്കാരം ഒഴിവാക്കാൻ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കാണ്ടാകുക. അപ്പം നമസ്കാരം എന്നത് രോഗാവസ്ഥയിൽ ഒഴിവാക്കാൻ പറ്റുന്ന സംഗതി അല്ല. ഇനി യാത്രന്റെ അവസ്ഥ എന്താ? യാത്രക്കാര് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. പല ആൾക്കാരും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആൾക്കാരൊക്കെ വിമാനയാത്ര ഒക്കെ ചെയ്തു തരാം. കാരണം ഈ കൊയിലാണ്ടി വടകര ഭാഗത്തൊക്കെ ഗൾഫുകാർ കൂടുതലുള്ള സ്ഥലമല്ലേ. എത്ര അടി ഉയരത്തിലായി വിമാനം പറക്കുന്നത്? 30,000 35,000 ഒക്കെ അടി ഉയരത്തിലാണ് ഈ വിമാനം പറക്കുന്നത്. 10 കിലോമീറ്ററിന് മുകളിലാണ് വിമാനത്തിന്റെ ഉയരം. അത്ര അധികം ഉയരത്തിൽ പറക്കുന്ന വിമാനം അവിടെ വെച്ചിട്ടൊരു നിസ്കാരം നടത്തി നോക്കിയാൽ എത്ര ആയിരിക്കും പുണ്യം ഉണ്ടാകുക? ആ ചാൻസ് എപ്പോഴും കിട്ടുമോ? 40,000 50,000 ഉറുപ്പ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി മാത്രം കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ കിട്ടുന്ന ചാൻസ് എപ്പോഴാ? അവിടെ ഒരു ഒറ്റ നിസ്കാരം അതിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റിയാൽ, ആ വിമാനത്തിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റിയാൽ എത്രയായിരിക്കും അതിന്റെ പ്രതിഫലം? അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ അതിനെപ്പറ്റി യാതൊരു ചിന്തയില്ല. ഒരു മെസ്സേജ് അയക്കാൻ, വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നമ്മൾ മറന്നുപോയില്ല. പക്ഷെ മറ്റൊരു നിസ്കാരം മറന്നു. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കൂലേ? അത് ശരിയാവില്ല. അപ്പുറത്തും ആൾക്കാരൊക്കെ നോക്കൂലേ? നമുക്കെന്താ, ഓർക്ക് അവർ ചിന്തിക്കുന്നത് ഇയാളെന്താ നിസ്കരിക്കാത്തതാ. പക്ഷെ നമ്മൾ ചിന്തിക്കണം എന്താ, ഓ നോക്കൂലേ? ഓ നോക്കിയാ എന്താ, ഇത് കാണാൻ പറ്റാത്തതാണോ? നിസ്കാരമല്ലല്ലോ, കാണാൻ പറ്റണതല്ലേ. അപ്പൊ ഈ യാത്രക്കിടയിൽ, അതുപോലെ രോഗാവസ്ഥയിൽ, ആഘോഷാവസ്ഥയിൽ, ഈ സമയങ്ങളിലൊക്കെ നമസ്കാരം എന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെ ഒരു മുസ്ലിമിനില്ല. അത് രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും യാത്രയാണെങ്കിലും വീട്ടിൽ തന്നെയാണെങ്കിലും ഒക്കെ നമസ്കാരം എന്നത് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ ഒഴിവാക്കിയാൽ അവൻ അവിശ്വാസിയായിരിക്കുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ, അവിശ്വാസം എന്ന ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കണം. എല്ലാവരും നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ. പക്ഷേ ഈ ഒറ്റ നമസ്കാരം, ടൂറിന് പോവുക, വിനോദയാത്രക്ക് പോവുക, അതൊക്കെ ഒരുപാട് നമുക്ക് പറയാനുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. പക്ഷെ ഈ യാത്ര ഏതാണെങ്കിലും ശരി, നമ്മളെ നമസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു സന്ദർഭവും നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊപ്പം പോയി നിങ്ങളുടെ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു. വസിയത്ത് നമസ്കാരത്തെ കുറിച്ചാണോ പറഞ്ഞത്? അപ്പോ ഇപ്പൊ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞൊക്കെ നിറയെ പള്ളിയിലാണ്. അൽഹംദുലില്ലാഹ്. എനിക്ക് എല്ലാവരും പറയണത്, നമുക്ക് ഖുത്ബ കുറച്ച് സമയം മതി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഖുത്ബ ഞാൻ അവസാനിപ്പിച്ചു തരാം. പക്ഷെ നിങ്ങളൊക്കെ നേരത്തെ അങ്ങോട്ട് വന്നാൽ മതി. ഇത് ഖുത്ബ തീരാൻ നേരം അങ്ങോട്ട് ഓടി വന്നിട്ട് അങ്ങനെ ഒരു ആരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി ഒന്നല്ലല്ലോ ഇത്. നമുക്ക് ഇൻഷാ അല്ലാഹ് 1 മണിക്ക് ഖുത്ബ നിർത്താം. ഇപ്പൊ 1:03 ടൈമിൽ ഇത്ര സമയം 1 മണിക്ക് നിർത്തപ്പോൾ ഖുത്ബ. പക്ഷെ എല്ലാവരും ഈ ബാങ്ക് കൊടുക്കുക, ബാങ്ക് എന്താ പറയുക, അർത്ഥം എന്താ? എത്ര ആ ബാങ്കിന്റെ അർത്ഥം എന്താ? ഹയ്യ അലസ് സ്വലാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് വിളിക്കാൻ പറഞ്ഞ നബിയോലൊക്കെ വിളിച്ചു, ഹയ്യ അലസ് സ്വലാത്ത്, വരി നിസ്കരിക്കാൻ വരി. പിന്നെ പറഞ്ഞ എന്താ അറിയോ? ഹയ്യ അലൽ ഫലാഹ്, വിജയിക്കാൻ വരൂന്ന. വിജയിക്കാൻ വരൂ. നിങ്ങൾ ചെയ്യുന്ന കച്ചവടമല്ല വിജയിക്കാനുള്ള വഴി, ഇവിടെ നടക്കുന്ന നിസ്കാരാണ് എന്നാ പറഞ്ഞത്. ഹയ്യ അലൽ ഫലാഹ്. അപ്പൊ നമ്മൾ പറയാ, അതൊക്കെ ഒറ്റ കസ്റ്റമറെ കൂടി വിട്ടാട്ടെ, വിജയിക്കിപ്പം വേണ്ട, ഒരു കസ്റ്റമറെ കൂടി വിട്ടിട്ട് മതി എന്ന് അറിയുമ്പോ നമ്മളെ അവസ്ഥ എന്താ? അപ്പം ഏത് തിരക്കാണെങ്കിലും
ജുമാന്റെ ദിവസങ്ങളിൽ ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ പള്ളിയിലെത്തിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമസ്കാരം അവസാനിപ്പിച്ച് നമുക്കൊക്കെ തിരിച്ചു പോകാലോ. കാരണം എല്ലാവരും ഒരേ സമയത്ത് വന്നാൽ പെട്ടെന്ന് അവസാനിക്കുമല്ലോ. നമ്മൾ പിന്നെ ഈ മിമ്പറുമ്പിൽ നിൽക്കണോന് ബാക്കിലുള്ളവരെ കാണുമ്പോൾ ഉണ്ടോ അത്രയും ആൾക്കാർ വന്നില്ലേ, ഇനി ഓർക്കൊരു 10 മിനിറ്റെങ്കിലും പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നീട്ടുമ്പോഴാണ് എന്താകുന്നത്, ആദ്യം വന്നവർക്ക് കുറെ സമയം ചെലവാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ കുറ്റം പറയല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ ഈ ഒരു മിമ്പർ ഉപയോഗപ്പെടുത്തുന്നതിന് എത്ര ലക്ഷക്കണക്കിന് രൂപ ഈ മിമ്പറിന് ചെലവാകണേ നമുക്കറിയാം. ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാണ്. അതിന് ഉപകാരം നമ്മുടെ നാട്ടിലുണ്ടാവണമല്ലോ. അതിനുവേണ്ടി അങ്ങനെ പറഞ്ഞ അല്ലാഹു നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ KNM-ന്റെ പള്ളി നിർമ്മാണ ഫണ്ട് ഉണ്ട്. നിങ്ങളെല്ലാ മാസവും സംഭാവന കൊടുക്കുന്നതാണ്. 2ാമത്തെ വെള്ളിയാഴ്ച സ്ഥിരമായിട്ട് KNM ഒരു പള്ളിപ്പിരിവ് നടത്തുക. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പള്ളി നിർമ്മിക്കാനും അതുപോലെ പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കാനും റിപ്പയർ വർക്കിന് മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കുന്നത്. 100 കണക്കിന് പള്ളികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഈ നാണയത്തുട്ടുകൾ, അത് ചില്ലറയാലോ, 10 റുപ്യാണെങ്കിൽ 100 റുപ്യാണെങ്കിൽ, അത് നമ്മൾക്കൊന്നും ഒരു പരിചയമില്ലാത്ത കേരളത്തിനകത്തും പുറത്തുള്ള 100 കണക്കിന് പള്ളികൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല നിർദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു കൂട്ടുകൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുൽ ലിൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ-അഹ്യാഇ മിൻഹും വൽ അംവാതി ഇന്നക മുജീബു ദഅവാതി അൽ-ഖാദി അൽ-ഹജാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين وصلى الله على